ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വളരെ കുറച്ച് അപ്ഡേറ്റുകളേ ഉള്ളൂ, പെട്ടെന്ന് പറയാട്ടോ. അതായത് നിവിൻ പോളി നിന്ന് തുടങ്ങാം. നിവിൻ പോളി വലിയൊരു ഗ്യാപ്പാണ് എടുത്തിരിക്കുന്ന സിനിമയിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് അദ്ദേഹത്തിന്റെ ഫിസിക് ഒക്കെ കുറച്ച് തടി കൂടിയത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. അതൊക്കെ വെച്ചിട്ടൊക്കെ പല രീതിയിൽ ആളുകൾ പറയുന്നുണ്ടായിരുന്നു, എല്ലാ ക്യാരക്ടറും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ അടുത്ത് നിലമ്പൂർ പാട്ടുത്സവത്തിലേക്ക് പുള്ളിക്കാരൻ വരികയും പ്രേമത്തിലെ ജോർജുമായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ കുറെ ആളില്ല കണ്ണിങ്ങനെ നടക്കുന്ന സാധനമൊക്കെ ആ വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. സോ പുള്ളി ഈയിടെ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ, എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ ഫാൻസ് പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. അതായത് ഈ വർഷം, അതായത് 2025 നല്ല സിനിമകളുമായി നിങ്ങളുടെ മുമ്പിൽ വരും എന്നാണ് നിവിൻ പോളി പറഞ്ഞിരിക്കുന്നത്. അതെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന സാധനം തന്നെയാണ്. ആ നല്ല സിനിമകൾ എന്ന് പറഞ്ഞ വാക്കിലാണ് പ്രതീക്ഷ. കംബാക്ക് എന്ന് എല്ലാ പ്രാവശ്യം പേര് പറയുമെങ്കിലും കംബാക്ക് സത്യത്തിൽ സംഭവിച്ചിട്ടില്ല. വലിയൊരു ഗ്യാപ്പിന് ശേഷം, സഖാവിനൊക്കെ ശേഷം നല്ലൊരു പടം വന്നിട്ടുണ്ടോ വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോ അദ്ദേഹം നല്ലൊരു സിനിമയായിട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന്റെ ഇടയിൽ വരാനിരിക്കുന്ന പടം ഏഴ് കടൽ ഏഴ് മലൈ എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ് മൂവിയാണ്. അതിന്റെ ട്രെയിലറൊക്കെ ഒരു രക്ഷയില്ലാത്ത ഗംഭീര ട്രെയിലർ ആയിരുന്നു. റാമാണ് സംവിധായകൻ. അപ്പൊ അതിൽ വലിയ പ്രതീക്ഷയുണ്ട്. അതിനുശേഷം മലയാളത്തിൽ വലിയ ഹിറ്റുമായി അദ്ദേഹം തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പറയാനുള്ളത് ആട് 3. ആട് 1 പോലെ തന്നെ ആട് 2-നും ഭയങ്കര വെയിറ്റിംഗ് ചെയ്യുന്ന ആളുകൾ. ആട് 1 വന്നപ്പോൾ പക്ഷേ അത്ര വലിയ ഹിറ്റായില്ല. ടൊറന്റ് ഹിറ്റ് ആയിരുന്നു സിനിമ. ആട് 2 വലിയ പ്രതീക്ഷയോടെ പോയി കണ്ടു. ഞാനൊക്കെ ഇരിക്കാൻ സീറ്റിലായിട്ട് താഴെ ഇരുന്നിട്ടാണ് സിനിമ കണ്ടത്. അങ്ങനത്തെ തിയേറ്റർ ഇപ്പൊ തിയേറ്ററില്ല. ഇപ്പോൾ ഫെയർലാൻഡിൽ മാത്രമാണ് സിനിമ കാണാറുള്ളത്. എന്തായാലും പുള്ളി പറഞ്ഞ ഒരു കാര്യം, അതായത് മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ക്യാൻവാസിലാണ് എമ്പുരാൻ വരുന്നത്. ഓക്കെ, നമുക്കത് അറിയാം. ആട് 3 അതേപോലെ വലിയൊരു സിനിമയായിട്ടാണ് വരുന്നത്. എമ്പുരാനുമായിട്ടൊക്കെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എത്രമാത്രം വലിയ സിനിമയായിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്, തള്ളാണോ അല്ലെ നമുക്ക് കണ്ടറിയണം. പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത ഒരു ജോണർ ഷിഫ്റ്റ് ആടിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ജോണർ ഷിഫ്റ്റ് ആകുന്നതിൽ ആടിന് അതിൻ്റെതായിട്ടുള്ള ഫാൻസ് ഉണ്ട്. ആ കഥാപാത്രങ്ങൾ, അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, അവരുടെ മാനേഴ്സുകൾ, അത് ഇഷ്ടപ്പെടുന്ന ഒരു ടീമുണ്ട്. അതിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു ഷിഫ്റ്റിലേക്ക് പോകുക പറയുമ്പോൾ ആ ജോണർ ആളുകൾക്ക് അങ്ങോട്ട് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. കാരണം ആട് 3-യിൽ സീരിയസ് ആയിട്ടൊന്നും ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ എന്റർടൈനർ 100% എന്റർടൈനർ ആയിട്ടുള്ള ഒരു സാധനമാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പേഴ്സണലി തോന്നുന്നു. നെക്സ്റ്റ്, വല. വല എന്ന് പറഞ്ഞ സിനിമ, വല അല്ലാതെ മഞ്ചേശ്വരം മാഫിയ എന്ന് പറഞ്ഞ സിനിമയും മലയാളത്തിലെ സോംബി ചിത്രങ്ങളായിട്ട് വരുന്നുണ്ട്. ഈ സോംബി ചിത്രം വരിക എന്നുള്ളത് അപ്പുറത്തേക്ക് വലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ വലിയൊരു നല്ല ക്യാരക്ടർ നമ്മുടെ സ്വന്തം ജഗതി ശ്രീകുമാർ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ആ ലുക്ക് കണ്ടപ്പോഴേ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റീഫൻ ഹോക്കിൻസായിട്ട് ഭയങ്കര ഒരു ബന്ധം തോന്നുന്നുണ്ട്. ആ സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ലുക്കിൽ നിന്നാണോ ഇദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂമും ലുക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൊരു സംശയം ഉണ്ടെന്നൊക്കെ. അത് ഭയങ്കര മാച്ച് ആണെന്ന് നമുക്ക് അപ്പോഴേ തോന്നുകയും ചെയ്തിരുന്നു. ഇപ്പൊ സംവിധായകത്തിന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ വീഡിയോ. കേരളത്തിന്റെ ഒരു സ്പെക്കുലേഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള എന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ആസ്പെക്റ്റും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു മെഡിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ഭയങ്കര മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റീഫൻ ഹോക്കിംഗ് ലെവലിൽ ഒരു 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 മെയിൻ ഒരു അപ്പോക്കാലിപ്സിനെ വരെ, ഒരു സോംബി അപ്പോക്കാലിപ്സിനെ വരെ ഇഗ്നൈറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യനായിട്ട് കാണിക്കാനാണ് ഞാനത് ട്രൈ ചെയ്യുന്നത്. അത് ഭയങ്കര സംഭവമായിട്ട് എനിക്കിത് കേട്ടപ്പോൾ തോന്നി. കാരണം സ്റ്റീഫൻ ഹോക്കിങ്സ് ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, ജഗതി ചേട്ടന് പക്ഷേ ഇപ്പോഴത്തെ ഈ കണ്ടീഷനിൽ ഭയങ്കര മാച്ച് ആയിരിക്കും ക്യാപ്റ്റൻ തോന്നുന്നത്. അത്തരത്തിൽ സ്റ്റീഫൻ ഹോക്കിങ്സിനെ പോലെ ആ വീൽ ചെയറിലാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ മൈൻഡ് ഭയങ്കരമാണ്, ഒരു പ്രൊഫസറാണ്. അപ്പോൾ ആ രീതിയിൽ ഈ പറഞ്ഞ പോലെ ഒരു അപ്പോക്കലിപ്റ്റ്, ഒരു സോംബി, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഒരു എന്താ പറയുക, അത്തരത്തിലുള്ള ഒരു ജീവി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അറിയാലോ, ഒരു ജീവിയായിട്ടാണല്ലോ നമ്മളിപ്പോൾ കാണുന്നത്. അത് വരുമ്പോൾ നമുക്കറിയാം ബാക്കിയുള്ള കാര്യങ്ങൾ. എന്തായാലും അങ്ങനെ ഒരു സംഭവത്തെ വരെ ഇഗ്നേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. വലിയ ഡയലോഗിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ പ്രവർത്തനങ്ങളിൽ അത്രയും സംഭവം ഉണ്ടാവും. ആ രീതിയിലൊക്കെ അദ്ദേഹത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ കൊടുക്കുന്നുണ്ട് വലയെന്ന് പറയുമ്പോൾ. കാണാനുള്ള ഒരു മെയിൻ കാരണങ്ങളിൽ ഒന്നിപ്പോൾ അദ്ദേഹമായി മാറിയിട്ടുണ്ട് പേഴ്സണലി എനിക്ക്. ഇനി പറയാനുള്ളത് മഹേഷ് ബാബു SS രാജമൗലി ചിത്രം. ഈ ചിത്രത്തിൽ ഒരു പ്രധാന റോളിൽ നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് സുകുമാരൻ ഉണ്ട് എന്നാണ് കേട്ടിരുന്നത്. അത് ഭയങ്കര വലിയ രീതിയിൽ വാർത്ത വന്നിരുന്നു. ഒഫീഷ്യലായിട്ട് അതിനെക്കുറിച്ച് യാതൊരു സംഭവങ്ങളും പുറത്ത് വിട്ടിട്ടുമില്ല. എന്നാൽ ഏറെക്കുറെ 99% നമുക്ക് ഉറപ്പാன രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. ഇപ്പൊ കേൾക്കുന്നത് അതിൽ നിന്നും പൃഥ്വിരാജ് സുകുമാരൻ പിന്മാറി പകരം ജോൺ എബ്രഹാം ആ ചിത്രത്തിലേക്ക് വന്നിട്ടുണ്ടെന്നാണ്. രാജമൗലി മഹേഷ് ബാബു ചിത്രത്തിൽ പൃഥ്വിരാജ് ഇല്ല. പൃഥ്വിരാജിന്റെ റോളിലേക്ക് ജോൺ എബ്രഹാമിനെ പരിഗണിച്ചെന്ന് പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്യുന്നു.
മഹേഷ് ബാബുവാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. 1000 മുതൽ 1300 കോടി ബജറ്റിലാകും ചിത്രം ഒരുങ്ങുക. യാതൊരു ഉറപ്പുമില്ലാതെ ജസ്റ്റ് റൂമർ മാത്രമാണത്. 1000 മുതൽ 1300 കോടി വരെ എന്നൊക്കെ പറയുമ്പോൾ അതൊരു കുറച്ച് ഓവർ അല്ലേ എന്നൊരു ഡൗട്ട് ഉണ്ട്. മാത്രമല്ല ഇതിന്റെ താഴെ തന്നെ കുറെ കമന്റുകൾ വന്നിട്ടുണ്ട്. പൃഥ്വിരാജിന് ഇഷ്ടമില്ലാത്ത കുറെ ആളുകൾ പടച്ചുവിട്ട വാർത്ത മാത്രമാണെന്നൊക്കെ. എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ 1000 1300 കോടി കുറച്ച് ഓവർ അല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമന്റ് രേഖപ്പെടുത്തുക. ഒഫീഷ്യൽ അപ്ഡേറ്റ് വരാതെ നമുക്ക് ഇതിൽ നിന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ പൃഥ്വിരാജ് അതിലൊരു വേഷം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗംഭീരമായനെ എന്നാണ് അഭിപ്രായം. കാരണം മലയാള സിനിമ ഓൾറെഡി വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ പോലുള്ള ആളുകളൊക്കെ പാൻ ഇന്ത്യൻ രീതിയിൽ സിനിമകൾ ചെയ്യുകയും ഇപ്പൊ പൃഥ്വി അവിടെ ഡയറക്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഹോംബാല ഫിലിംസിന്, ടൈസൺ സിനിമയൊക്കെ. അതുപോലെ ഇത്തരം SS രാജമൗലിയുടെ ചിത്രത്തിൽ ഒരു ഗംഭീര റോളിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് മലയാളത്തിന് വലിയൊരു സംഭവം, ഒരു മുതൽക്കൂടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ്, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് അവർ? അപ്പോ നമ്മുടെ ടീച്ചറൊക്കെ വരുന്നതിന് മുമ്പ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യം ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു, ഒരു പട്ടാളം ലേഡി തോക്ക് പിടിച്ച് വരുന്നത്. അതുപോലെ ടീച്ചറും കാണിക്കുന്നുണ്ട്, അവര് ഒരു സൗണ്ട്, ഒരു വെടി ശബ്ദം കേൾക്കുന്നുണ്ട്, ഒരു ബുള്ളറ്റ് തോക്ക് പൊട്ടിച്ച ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ പോയി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞൊരു റോളൊക്കെ ടീച്ചറിൽ ഉണ്ടായിരുന്നു. ആരാണ് അവൾ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജിന്റെ ആക്ഷൻ ക്വീൻ, എമ്പുരാനിൽ നമ്മളെ ഞെട്ടിക്കാൻ പോകുന്ന കരോളിൻ കോസിയോൾ, അതാണ് അവരുടെ പേര്. അത് ഇവിടെ ഒരു പോസ്റ്റിൽ കണ്ടതന്നെയാണ്. എനിക്ക് വരെ പേഴ്സണലി എനിക്കും വേറെ മറ്റ് സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയില്ല. പക്ഷെ നമ്മൾ വിക്കിപീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കരോളിൻ കോസിയോൾ ഈസ് ആൻ ആക്ട്രസ് നോൺ ഫോർ ലൈൻ ഓഫ് ഡ്യൂട്ടി 2019, 2019 ഇറങ്ങിയ ലൈൻ ഓഫ് ഡ്യൂട്ടി, അതുപോലെ ഹോളിവാക്സ് 2022 ആൻഡ് പ്ലാറ്റ്ഫോം 7 2024. She began her career in London theatre and was nominated for Best Actress at the Los Angeles Film Festival for her role in Dreamcatcher. അപ്പോൾ ഒരുപാട് സിനിമകൾ ഒളിവുഡ് ചെയ്തിട്ടുള്ള വലിയൊരു നടിയാണ്. നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ ഉണ്ടാവും, അറിയില്ല. പ്ലാറ്റ്ഫോം 7 ഒക്കെ വലിയ ഫേമസ് ആയിട്ടുള്ള സിനിമ ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. കണ്ടുള്ള ആളുടെ കമന്റ് രേഖപ്പെടുത്താം. അപ്പോൾ ഭയങ്കര ആക്ഷൻ ഫിലിംസ് ഒരുപാട് ചെയ്തിട്ടുള്ള നായികയാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ റേഞ്ച് നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ. ഹോളിവുഡിൽ ഇത്തരത്തിലൊരു നായിക വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവം തന്നെയാണ്. എന്തായാലും സിനിമയുടെ റേഞ്ച് നമുക്ക് ഇത്തരത്തിൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ കൂടുതൽ പറയാനുള്ള 2 കാര്യം. ഒന്ന്, എമ്പുരാനിൽ ആ തിരിഞ്ഞു നിൽക്കുന്ന ആളുണ്ടല്ലോ, അത് ബേസിൽ ജോസഫ് ആണെന്ന് കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ദ്രൻസ്, ബേസിൽ ജോസഫ് തുടങ്ങി മമ്മൂക്ക തുടങ്ങി ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. ഇതൊക്കെ പല ആളുകളും വിശ്വസിക്കുന്നുമുണ്ട്. അപ്പോൾ ബേസിൽ ജോസഫ് ആണെന്നുള്ള ആ ഒരു തിയറി വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. കാരണം ബേസിൽ പറഞ്ഞത് എമ്പുരാനിൽ ഞാൻ ഉണ്ടെങ്കിൽ ബിൽഡപ്പിന്റെ ആവശ്യം എന്തിന്, എന്റെ മുഖം കാണിച്ചാൽ പോരെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ബേസിൽ. സത്യമല്ല, ബിൽഡപ്പ് കൊടുത്ത ഒരാളെ തിരിച്ചു നിർത്താൻ മാത്രമൊക്കെ ബേസിൽ ജോസഫ് ഉണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ദ്രൻസ് ആണെങ്കിലും അങ്ങനെ ഉണ്ടോ ചിന്തിക്കേണ്ടത്. മമ്മൂക്ക ആകുമ്പോൾ ഓക്കെ, ലാലേട്ടൻ സിനിമയിൽ മമ്മൂക്ക വരുന്നതിൽ ഓക്കെ, ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് ഏതെങ്കിലും വലിയ നടന്മാരാണെങ്കിലും ഓക്കെ. അല്ലാതെ വേറെ ആരെയും അങ്ങനെ ഒരു ബിൽഡപ്പ് കൊടുത്തിട്ട് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഒരു പയ്യെ ഇവരായിരുന്നു ചിന്തിക്കും. മാത്രമല്ല അത്രയും വലിയൊരു നെഗറ്റീവ് റോൾ അല്ലെങ്കിൽ അത്ര സ്ട്രോങ് റോളിലൊക്കെ ബേസിലിനെ പരിഗണിക്കുമോ എന്നുള്ളത് അറിയില്ല. ആള് നല്ല നടനാണ്, പക്ഷെ ഞാൻ പറയുന്നത് ഒരു സ്റ്റാർ വാല്യൂം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ പരിഗണിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു വിരാമമായിട്ടുണ്ട്. അതല്ലാതെ ഒരു ടീസറാണ് ഇറങ്ങിയിട്ടില്ല, ജസ്റ്റ് ടീസർ. കരച്ചിൽ എന്നൊക്കെ പറഞ്ഞാൽ കൂട്ടക്കരച്ചിൽ. ഒരുപാട് വീഡിയോസിനെ കുറിച്ച് വന്നുകൊണ്ടാണ് ഞാൻ അത് വീണ്ടും ചെയ്യാതിരിക്കുന്നത്. എന്നാൽ ഈ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എന്തൊക്കെ രീതിയിലാണ് പൃഥ്വിരാജ് കോപ്പി അടിക്കുന്നു, അത് അവിടുന്ന് എടുത്ത സിനിമ, ഇത് ഇവിടുന്ന് എടുത്ത സിനിമ, ഈ സംഭവം പോരാ, ഫസ്റ്റിലെ അതായത് ലൂസിഫർ ഡയലോഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ, എന്തുകൊണ്ട് ഇപ്പോഴത്തെ ഡയലോഗ് എടുത്തില്ല? ടീസറാണ്, പ്രത്യേകിച്ച് വേറെ സംഭവങ്ങളൊന്നും മനസ്സിലാക്കി തരാൻ പറ്റില്ല. സിനിമയുടെ ത്രെഡ് ഇതാണെന്നും പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. ടീസറിൽ ഇങ്ങനെ തരാൻ പറ്റുള്ളൂ, അതും 2 മിനിറ്റിന്റെ മുകളിലേക്ക് തന്നിട്ടുണ്ട്. ജസ്റ്റ് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കി ഇത് എത്രമാത്രം വലിയ സിനിമയാണ്, എന്താണ് ഇതിന്റെ സ്കെയിൽ എന്നുള്ളത് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എന്റെ മാത്രം അഭിപ്രായമാണ്. അത് പിന്നെ പുതിയൊരു ഡയലോഗൊന്നും കുത്തിക്കയറ്റിൽ കൊടുക്കൂല. പിന്നെ ട്രെയിലർ വരുമായിരിക്കും. ട്രെയിലർ വരികയാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ഐ ആം ജസ്റ്റ് വണ്ടർ. ഞാനത് കണ്ട് ഞെട്ടിയിട്ടുണ്ട്, 80 പോയിട്ടുണ്ട്. സോ കാത്തിരിക്കും.